താങ്ക് യു ഏട്ടാ. എന്നെ ഏട്ടെന്ന് വിളിച്ചിട്ടാണോ താങ്ക്സ് ഒക്കെ പറയുന്നേ? വെറുതെ ഒരു രസത്തിന്. എങ്ങനെയാ ഇനി വീട്ടിലേക്ക് പോകുന്നേ? ഞാൻ നടന്നു പൊക്കോളാം. ആ, അതൊന്നും വേണ്ട, ഞാൻ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട ഏട്ടാ. എടാ, ഈ പെണ്ണിന് അനുസരണ തീരെ ഇല്ലല്ലോ. കേറുന്നുണ്ടോ ഇല്ലയോ? അതാ കേറി. അല്ല, എവിടെയാ നിന്റെ വീട്? അടുത്ത ജംഗ്ഷനിൽ റൈറ്റ് പോയാൽ 4ാമത്തെ വീട്. മോൾക്ക് തന്വിയെ അറിയോ? ഏട്ടാ, അതെന്റെ ചേച്ചിയാ. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നേ. അല്ല, ഏട്ടന് എങ്ങനെ ചേച്ചി അറിയാം? തന്വി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ CEO ആണ് ഞാൻ. സാറായിരുന്നോ? എന്താ സാർ പറ്റിയേ? അത് നിന്റെ മറ്റവനെ വിളിച്ചാ മതി. ഇനി മേലാൽ എന്നെ സാറെന്ന് വിളിച്ച. തന്വി നിന്റെ ചേച്ചിയല്ലേ, അപ്പൊ നമ്മൾ എന്തായാലും ചേട്ടനും അനിയത്തിയും ആവാനുള്ളതല്ലേ. സോറി ഏട്ടാ. ചേച്ചി കൊറേ പറഞ്ഞിട്ടുണ്ട്. തന്റെ ചേച്ചി എന്തൊക്കെയാ എന്നെ കുറിച്ച് പറഞ്ഞത്? അയ്യടാ, അത് കേട്ട് അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. പിന്നെ ശിവ, നാളെ കമ്പനിയില് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. തന്വിയുടെ കൂടെ നീയും അങ്ങ് എത്തിക്കോണം. ഓക്കെ ഏട്ടാ, സെറ്റ്. അപ്പൊ ഓക്കെ ആണല്ലേ കുഞ്ഞെ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ചേച്ചി, ഞാനും വരുന്നു. എവിടെ? പരിപാടിക്ക്. എടാ കുഞ്ഞത് കമ്പനിയുടെ പരിപാടിയല്ലേ. അവിടെ പുറത്തുനിന്നുള്ളവരെയൊന്നും കയറ്റുമോന്ന് അറിയില്ലല്ലോ. അതുമല്ല, ഞാനിപ്പോ അവിടെ ചെന്നതല്ലേ ഉള്ളൂ. എനിക്കവിടെ ആരെയും അധികം പരിചയമില്ല. അപ്പോ മതി, ഞാനും വരുന്നുണ്ട്. അവിടെ എല്ലാരും തടയില്ല. എന്റെ ചേച്ചി, സമയം പോണു, വേഗം വാ. ഒന്ന് നിന്നേ. ഇതാരാ? എന്റെ അനിയത്തിയാ. അനിയത്തിയോ? കൊള്ളാം. സാറ് പുറത്തു നിന്ന് ആരെയും കൊണ്ടുവരാൻ സമ്മതിക്കില്ലെന്നറിയില്ലേ? വല്ലപ്പോഴും വിളിക്കുന്ന സാറിന്റെ അടുത്ത ഫ്രണ്ട്സോ വീട്ടുകാരോ മാത്രമേ വരാറുള്ളൂ. സ്റ്റാഫ്സിന് പുറത്തു നിന്ന് ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. അതിന് ഞാൻ ചേച്ചി വിളിച്ചിട്ടല്ലല്ലോ ഇവിടെ വന്നത്. ഞാൻ എന്റെ ഏട്ടൻ വിളിച്ചിട്ടാ വന്നേ. ഞാൻ വിളിച്ചിട്ടാ അവളിവിടെ വന്നത്. ഏട്ടാ, ഇവിടെ നിന്ന് സമയം കളയാതെ നിങ്ങൾ പോയി പരിപാടിയുടെ ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യും. ഓക്കേ സർ. എടോ, താനിങ്ങനെ സൂക്ഷിച്ചു നോക്കണ്ട. ഇന്നലെ തിരിച്ചു വരുന്ന വഴിക്ക് ഇവളോട് കുറച്ചുപേര് തട്ടിക്കയറുന്നത് കണ്ടു. ഞാനാ അവിടുന്ന് ഇവളെ വീട്ടിലേക്ക് വിട്ടത്. കൊള്ളാം. അപ്പൊ രണ്ടുപേരും കൂടി ഒത്തുചേർന്നുള്ള പണിയാണല്ലേ? ചെറുതായിട്ട്. നിങ്ങളെ ഞാൻ പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്യാം. അല്ല സാർ, വാ ചേച്ചി, എന്തായാലും ഏട്ടൻ ആ വഴിക്കല്ലേ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ശരി.
ഏട്ടാ, കാർ ആ സൈഡിലേക്കൊന്ന് ഒതുക്കി നിർത്താവോ? എന്തിനാ ശിവ? എന്റെ ഫ്രണ്ടിന്റെ വീടാ. ഇന്ന് അവളുടെ ബർത്ത്ഡേയാ. ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഞാൻ അവൾക്ക് വേണ്ടി. അതൊന്ന് കൊടുത്തിട്ട് വരാവേ. എന്നാ ഞാൻ കൂടെ വരാം. താൻ എവിടെ ഇരുന്നോ, ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാം. സാർ, കൊള്ളാം. പോയോ? ഏട്ടാ, എല്ലാം സെറ്റല്ലേ? എന്റെ പൊന്നു ശിവ, മനുഷ്യന്റെ കയ്യും കാലും വറക്കുന്നു. ഏട്ടന്റെ ഉള്ളിലുള്ള കാര്യം പറഞ്ഞ് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്നാലും ഏട്ടൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ധൈര്യമായി പറഞ്ഞു. ഞാൻ അവിടെ തന്നെ കാണും. തൻവി, താനൊന്ന് പുറത്തേക്ക് വരാമോ? എന്താ സാർ? താനൊരു 5 മിനിറ്റ് വായടച്ച് വെക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അയ്യോ സോറി, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. കുഴപ്പമില്ല. എനിക്കങ്ങനെ വിശാലമായിട്ടൊന്നും പറയാൻ അറിയില്ല, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലാലോ. തന്നെ ആദ്യമായി കണ്ടിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ ഇതുവരെ മറ്റാരോടും തോന്നാത്ത ഒരിഷ്ടം എനിക്ക് തന്നോട് തോന്നുന്നുണ്ട്. തന്നെ കുറിച്ചോ തന്റെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും എനിക്ക് അധികം അറിയില്ല. പക്ഷേ തന്നെ കണ്ടപ്പോ മുതൽ തന്നെ കൂടെ കൂട്ടണമെന്ന് ഒരു തോന്നൽ. ഈ താനെന്നുള്ള വിളി മാറ്റി എടിപ്പാരിയെന്ന് വിളിക്കണമെന്ന് ഉള്ളിലാരോ പറയുന്നത് പോലെ. എന്റെ പൊന്നു തൻവി, ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് അറിയത്തില്ല. സത്യമായിട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാ, പ്രോമിസ്. ഇത് ഞാൻ ഒരു സമ്മതമായി എടുത്തോട്ടെ. മതി മതി, ഇനി ബാക്കി റൊമാൻസ് ഒക്കെ കല്യാണം കഴിഞ്ഞു. എടി പെണ്ണേ, കാറിൽ കയറിക്കോ, നേരം ഒത്തിരിയായി.